മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദുർഗയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും മാർക്കോ കാല് തല്ലി ഓടിച്ചതിന് ശേഷം കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് കമലേശ്വരത്തേക്ക് ഉണ്ണി തിരികെ വന്നതും ഉണ്ണിക്ക് കരുണയുടെ സ്വഭാവം ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഉണ്ണി റൂമിലെത്തിയതും കരുണയാണ് ഈ പറയുന്നുണ്ട്, ഏട്ടൻ്റെ അസ്ഥി പുഴയിൽ ഒഴുക്കിയതിന് ശേഷം അയ്യപ്പ വിഗ്രഹം ഒഴുക്കണമെന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ ഇവിടുന്ന് പോയത്. ഇതിപ്പോൾ നിങ്ങളുടെ അസ്ഥി ഒഴുക്കാതിരുന്നത് എന്തായാലും ഭാഗ്യമായി. ഇനിയിപ്പോൾ നിങ്ങൾ ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ കരുണ സംസാരിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, ഏടി നീ എന്നെ ഒന്ന് പിടിക്ക്, എന്നെ കട്ടലയിലേക്ക് ഒന്ന് കിടത്തെന്ന് പറയുമ്പം അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കിടന്നാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏട്ടനും അമ്മയും താഴെയുണ്ടല്ലോ അവരെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ എന്ന് പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഭർത്താവിനൊരു ബുദ്ധിമുട്ട് വരുമ്പം സഹായിക്കേണ്ടത് ഭാര്യയല്ലേ എന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല, എന്തായാലും ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോകാമെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ വീട്ടിലോട്ട് പോകണേ, നീ എന്നെ നോക്കി ഇവിടെ നിൽക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിനൊന്നും നേരം ഉണ്ടാവില്ല, എന്തായാലും ഞാൻ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ആ പ്രതീക്ഷകളൊക്കെ നശിച്ചു, ഞാൻ രാജകുമാരിയെ പോലെ വാഴാമെന്ന് വിചാരിച്ച് വന്നുകൊടുത്തിപ്പോൾ ഞാൻ വെറും വേലക്കാരിയായിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ്, ഇനിയിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പോണത് മഹാലക്ഷ്മിയും കുഞ്ഞും ആ കണ്ണനൊക്കെ ആയിരിക്കും, എന്തായാലും അയാളിപ്പോൾ നടക്കുകയും കൂടി ചെയ്തു, ഇനി അവർ ജീവിക്കണം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് കരുണ പോകുമ്പോൾ ഉണ്ണിയാണെങ്കിൽ കരുണയെ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്, കരുണയെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ കരുണ അതൊന്നും വക വയ്ക്കാതെ പോയതും ഉണ്ണിയാണെങ്കിൽ വേദന സഹിച്ചും വീൽ ചെയറിൽ നിന്ന് തനിയെ എഴുന്നേറ്റ് കട്ടലിലേക്ക് കിടക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഒരാപത്ത് വരുമ്പോൾ ആരും ഉണ്ടാവില്ല കൂട്ടിന്, സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിൽ ആളുണ്ടാവുള്ളൂ, ഇപ്പം തന്നെ എനിക്കിങ്ങനെ സംഭവിച്ചപ്പം എന്നെ നോക്കാനുള്ള കരുണയാണെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോണ പോലെ പോകുക, അവളുടെ മനസ്സ് ഇങ്ങനെയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ട് വേദന സഹിച്ച് കിടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും ദുർഗയും താഴെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഞാനിപ്പോൾ ജീവനോടെ തിരിച്ചു വന്നത്, ഇല്ലെങ്കിൽ ഉണ്ണി കാരണം ഞാൻ മരിച്ചേനെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു മോനെ, എന്തായാലും ആസ്പത്രിയിലേക്ക് പോകാനൊരുങ്ങിയപ്പം ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ണി അതിന് സമ്മതിച്ചില്ലല്ലോ, പിന്നെ ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ എടുത്തൂല, അപ്പോൾ എനിക്ക് പേടിച്ചാൽ ഞാൻ നിന്ന്, പിന്നെ ഞാൻ അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു നിനക്കൊരാപത്തും വരല്ലേന്നും പറഞ്ഞ്, എന്നിട്ടും എനിക്ക് സമാധാനം ഉണ്ടായില്ല, പിന്നെ നീ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴേ എനിക്ക് സമാധാനമായേ, അപ്പോഴും ഞാൻ വിചാരിച്ചില്ല മോനെ അവൻ നിന്നോട് ഇതുപോലൊരു ചതി ചെയ്തു എന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും അവൻ എങ്ങനെയാണ് അമ്മ ഇങ്ങനെ മാറിപ്പോയത്, ഞാൻ മരണവെപ്രാളെടുത്ത് പിടയ്ക്കുമ്പം അവനത് കണ്ട് ആസ്വദിച്ച് നിൽക്കുമായിരുന്നു, പിന്നീട് ഞാൻ ഒരു പ്രകാരം ആ കാറിൽ നിന്ന് ഡോറ് തുറന്ന് പുറത്തിറങ്ങിയത്, ആ സമയത്ത് അവനോട് എന്നെ ആസ്പത്രി കൊണ്ടുപോടാന്ന് പറഞ്ഞപ്പം അവൻ ഞാൻ നടന്നത് കണ്ടിട്ട് ഒന്നും കൂടി ദേഷ്യം കയറി എന്നെ അവിടെ തള്ളിയിടുമായിരുന്നു, ആ സമയത്ത് കറക്റ്റായിട്ട് മാർക്കോയും ലോപ്പസും വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ജീവനോടെ ഉള്ളത്, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കൂലായിരുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും ദൈവങ്ങൾ നിങ്ങൾക്ക് കൂട്ടിനുണ്ട്, അതുകൊണ്ടാണല്ലോ കൃത്യസമയത്ത് നിന്നെ രക്ഷിക്കാൻ മാർക്കോ വന്നത്, ഇല്ലെങ്കിൽ നീ അവിടെ കിടന്ന് മരിച്ചു പോവില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് പല സാഹചര്യത്തിലും ഇതുപോലെ തന്നെ മരണത്തിൻ്റെ മുന്നിലെത്തിയിട്ടും ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് വന്നത് ദൈവങ്ങൾ തന്നെയാണ്, എന്നെയും മഹിയെയും പല പ്രാവശ്യം ദൈവങ്ങൾ ഇതുപോലെ ഓരോ ആപത്തുകളിൽ നിന്നും എന്നെയും മഹീനെയും രക്ഷിച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്നാലും ഞാൻ വിചാരിച്ചത് അവൻ്റെ അച്ഛനെ കൊന്നത് വാമദേവനും പ്രതാപനും എന്ന് അറിഞ്ഞതിന് ശേഷം അവന് മാറ്റം ഉണ്ടാകുന്ന, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ ഏസിക്കുള്ളിൽ വിഷവാതകം കടൽത്തൂന്ന്. എന്തായാലും ഞാനിന്ന് രാവിലെ റൂം അടിച്ച് തുടയ്ക്കാൻ ചെന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയതും ശ്വാസം മുട്ടണ പോലെ തോന്നിയായിരുന്നു, അപ്പോഴേ എനിക്ക് സംശയം തോന്നി അതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന്, എന്തെങ്കിലും വിഷാംശം റൂമിലുണ്ടോ എന്ന് ഞാനിങ്ങനെ കരുണയോട് പറയുകയും ചെയ്തു. അപ്പോൾ അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൾ അമ്മയ്ക്ക് തോന്നിയതായിരിക്കും എന്നാണ് പറഞ്ഞത്, പിന്നെ അവളിൽ ഇന്നലെ ഒന്ന് നിന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു, അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാണ്, പക്ഷേ ഞാൻ ഇതുപോലെയൊന്നും അവർ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പം അവളുടെ മനസ്സിൽ എപ്പോഴും ഒരു കൊലയാളി ഉണ്ട്, അമ്മ അത് മനസ്സിലാക്കിയിരിക്കണം നല്ലതാണ്, അവളുടെ അച്ഛനും മുത്തശ്ശിയും അങ്ങനെ അവളെ വളർത്തിയെടുത്തേക്കണേ, അല്ലെങ്കിൽ പിന്നെ എന്നെ കൊല്ലാനായിട്ട് ഉണ്ണിയുടെ ഒപ്പം അവൾ കൂട്ട് നിൽക്കില്ലല്ലോ എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവളെ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കരുണ അങ്ങോട്ട് വരുന്നത്. കാരണം അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, നീ ഇതെവിടെ പോവാടിയെന്ന് ചോദിക്കുമ്പം ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. നീ ഇപ്പം എന്തിനാ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകണേ, ഉണ്ണി ഇവിടെ കാല് വയ്യാണ്ടിരിക്കുമ്പം നീ അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയാൽ അവനെ നോക്കണേ ആരാന്ന് ചോദിക്കുമ്പം ഉണ്ണിയേട്ടനെ നോക്കാനല്ലേ ഉണ്ണിയേട്ടൻ്റെ അമ്മ ഇവിടെ ഉള്ളത്, പിന്നെ ഞാൻ എന്തിനാ നോക്കണേ, അല്ലെങ്കിലും കാല് വാളാത്തിരിക്കുന്ന ആളെ നോക്കാനൊന്നും അല്ല എൻ്റെ മുത്തശ്ശിയും അച്ഛനും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇനി നീ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുത്, നിൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ നിന്നോളണം എന്ന് പറയുമ്പോൾ അതിന്
ഉണ്ണിയേട്ടൻ മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തേക്കണതാ എന്നെ പൊന്നു പോലെ നോക്കിക്കോളാന്ന്. അതുകൊണ്ട് തന്നെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും ആർക്കും പറ്റില്ല എന്ന് പറയുമ്പം ഈ ദുർഗയാണെങ്കിൽ നീ എന്ത് പറഞ്ഞടി, നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നോ, നീയും കൂടി അറിഞ്ഞുകൊണ്ടല്ലേടി അവൻ ഈ കൊലച്ചതി കണ്ണനോട് ചെയ്തത്, എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ എന്നും പറഞ്ഞ് ഈ ദുർഗ ദേഷ്യപ്പെടുമ്പം ഈ കരുണ പറയുന്നുണ്ട് അതിന് അയാൾ ചത്തൊന്നുമില്ലല്ലോ എന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ കരുണയുടെ മുഖം അടച്ചോരണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കരുണ മുഖം പറ്റി ദുർഗയുടെ നേരെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇതെൻ്റെ മുത്തശ്ശിയോട് പറയുമെന്ന് പറയുമ്പം നീ ചെന്ന് പറയടി, നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കിയെന്ന് തന്നെ പറഞ്ഞോ, നിന്നെ വളർത്തി വഷളാക്കിയ നിൻ്റെ പുന്നാര മുത്തശ്ശിയോട്, അവരെന്നെ എന്നാ ചെയ്യണേന്നൊന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ കരുണയാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് കണ്ണനാണെങ്കിൽ ഈ ദുർഗയുടെ പെരുമാറ്റമൊക്കെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കരുണയെ തല്ലിയതൊന്നും കണ്ണന് വിശ്വസിക്കാനേ പറ്റണില്ല. എന്നിട്ട് കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ അമ്മയുടെ ആ നാടകമായിരിക്കുമോ, എല്ലാവരും പറയുന്നത് അമ്മയുടെ നാടകം തന്നെയാണ്, ഇപ്പം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ അമ്മ അവളെ തല്ലിയതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ കരുണയുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നേക്കാണ്. മുത്തശ്ശി കരുണയെ കണ്ടതും എന്താ മോളൊരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നേ, ഉണ്ണി എന്തേന്ന് ചോദിക്കുമ്പം അതും മുത്തശ്ശി അറിഞ്ഞില്ലല്ലോ, അയാളിപ്പോൾ കാലൊടിഞ്ഞ് വീൽ ചെയറിലാണ് നടക്കണേന്ന്. അന്നേരം ഈ പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് ഉണ്ണിമോനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം വേറെ ഒന്നും പറ്റിയില്ല, ഇന്നലെ അയാളുടെ ചേട്ടനെ കൊല്ലാനായിട്ട് AC-യിൽ വിഷവാതകം നിറച്ചു. എന്താ മോളെ നീ പറയണേ, എന്നിട്ട് കണ്ണൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അയാൾ മരിച്ചൊന്നുമില്ല, അയാൾ ജീവനോടുകൂടി തന്നെ തിരിച്ചു വന്നു, പക്ഷേ ഇയാളാണ് AC-യിൽ ഗുണ്ടകളെയും കൊണ്ട് വിഷവാതകം നിറച്ചതെന്ന് മാർക്കോയ്ക്ക് മനസ്സിലായി. അങ്ങനെ മാർക്കോ ഉണ്ണിയേട്ടനെ പിടിച്ചുകൊണ്ടുപോയി ഉണ്ണിയേട്ടൻ്റെ ഒരു കാല് തല്ലി ഒടിച്ച് വീട്ടിലോട്ട് വിട്ടിട്ടുണ്ടെന്ന്. അത് കേട്ടതും ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അവൻ എന്താടി പൊട്ടനാണോ, ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവൻ കണ്ണനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവനൊക്കെ അറിയില്ലേ, അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ കണ്ണനെ മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയതല്ലേ, അന്നൊക്കെ തിരിച്ചടി കിട്ടിയത് നമുക്ക് തന്നെയാണ്. ഇപ്പോഴാണെങ്കിൽ മോളുടെ അച്ഛനും ആ വാമദേവനും ജയിലില്ല, ഇനി ഉണ്ണിക്കും കൂടി ജയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഉണ്ണി ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയണ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പം തന്നെ കണ്ണൻ മരിക്കുമെന്ന്. എന്തായാലും കണ്ണൻ മരിച്ചിട്ട് അയാൾ ജയിലിൽ പോയാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല മുത്തശ്ശി, അല്ലെങ്കിൽ തന്നെ അയാൾ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് കണ്ണേട്ടൻ തന്നെയല്ലേ. പിന്നെ മുത്തശ്ശി അറിയാത്തൊരു കാര്യമുണ്ട്, അയാൾ നടന്നു തുടങ്ങി മുത്തശ്ശി. അത് കേട്ടതും ഈ പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് മോളെങ്ങനെയാണ് അത് അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ അയാളെ ഉണ്ണിയേട്ടൻ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ശരിക്കും ആസ്പത്രിയിൽ കൊണ്ടുപോകാനൊന്നും ആയിരുന്നില്ല, വഴിയിൽ കാറ് നിർത്തിയിട്ടിട്ട് അയാൾ ആസ്പത്രിയിൽ കൊണ്ടുപോകാണ്ടിരുന്നപ്പം അയാൾക്ക് ശ്വാസം മുട്ട് കൂടിയിട്ട് അയാൾ തനിയെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി നടന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് ഉണ്ണിയേട്ടൻ അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ റോഡിൽ തന്നെ അയാളെ തള്ളി വീഴ്ത്തി. ആ സമയത്ത് ആ മാർക്കോയും ആ ലോപ്പസും വന്ന് അയാളെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഉണ്ണിയേട്ടൻ ഇന്നലെ അറിഞ്ഞത് അയാൾ നടന്നു തുടങ്ങിയത്, അപ്പോഴും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായില്ല. പിന്നീട് ഇന്ന് അയാൾ ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്നപ്പോൾ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി നടന്നാൽ വന്നേ. അത് കണ്ടതും ഞാനാകെ ഷോക്കായി പോയി മുത്തശ്ശി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, ഇനി ആ കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ കുഞ്ഞുമൊത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല മുത്തശ്ശി, എന്തായാലും എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ച് തന്നത് വെറും ഒരു മണ്ണുണ്ണീനെ, ഇനി ആ കണ്ണൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കമലേശ്വരത്തേക്ക് തിരിച്ചു പോകാൻ മുത്തശ്ശി എന്നോട് പറയരുതെന്ന് പറയുമ്പോൾ ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് മോളെ നീ അങ്ങോട്ട് പോവാതെ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇപ്പം തന്നെ കേസ് നടത്തി കുറേ രൂപ നിൻ്റെ അച്ഛനും എനിക്കും ചിലവായിട്ടുണ്ട്, അതുമാത്രമല്ല കണ്ണൻ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സർവ്വ സമ്പാദ്യവും വിറ്റ് കൊടുക്കേണ്ടി വരും, അപ്പോൾ പിന്നെ മോൾ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം കാരണം ചോദിക്കുന്നുണ്ട് അതിനെന്താ മുത്തശ്ശി, അച്ഛൻ്റെ സമ്പാദ്യമല്ലേ വിൽക്കേണ്ടത് വരുള്ളൂ, മുത്തശ്ശിയുടെ സമ്പാദ്യവും സ്ഥലവും സ്വർണവും പൈസയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതൊന്നും ഇനി ഇല്ല മോളെ, അതൊക്കെ നിൻ്റെ ഭർത്താവിന് കൊടുത്തിട്ടാണ് നിന്നെ അവൻ അങ്ങോട്ട് കൊണ്ടുപോയെന്ന്. അത് കേട്ടതും കരുണ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്താ മുത്തശ്ശി പറയണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യം മോളെ, ആ ഉണ്ണി എൻ്റെ സ്ഥലവും എല്ലാം എഴുതി കൊടുത്തതിന് ശേഷം നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ തയ്യാറായത് തന്നെ, അല്ലാതെ മോളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല മോളെ അവൻ തിരിച്ചു വിളിച്ചു കൊണ്ടുപോയത്, അവന് സ്വത്ത് പണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ മോളേന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ മുത്തശ്ശിയോട് പറഞ്ഞതല്ലേ അയാളൊരു പിശുക്കനാ, ഇനിയിപ്പോൾ എനിക്കും കുഞ്ഞിനും ആവശ്യമുള്ള ഒരു കാര്യം പോലും അയാൾ ചെയ്തു തരുമെന്ന് വിചാരിച്ചല്ല ഞാനിരിക്കണേ, എന്തായാലും വീട്ടു ചിലവൊക്കെ നടത്തുന്നത് കണ്ണേട്ടൻ തന്നെയാണ്, ഇനിയിപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായാലും അതിൻ്റെ കാര്യവും കണ്ണേട്ടൻ തന്നെ നടത്തേണ്ടി വരും, എനിക്കങ്ങനെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മുമ്പിൽ മോശക്കാരിയായി ജീവിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാനിനി അങ്ങോട്ട് പോവുകയില്ല മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് കരുണ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ കരുണ പോയി കഴിഞ്ഞതും നമ്മളുടെ ദുർഗയാണെങ്കിൽ ഞാനൊന്ന് അവനെ കണ്ടിട്ട് വരട്ടെയെന്നും പറഞ്ഞുകൊണ്ട് മേളിലോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം ഉണ്ണിയാണെങ്കിൽ കാല് വേദന എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കരുണയെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും കരുണ ഈ നേരം കൊണ്ട് കരുണയുടെ മുത്തശ്ശിയുടെ അടുത്തെത്തിയ വിവരമൊന്നും ഉണ്ണി അറിയണില്ല. അങ്ങനെ ഈ കരുണേനെ വിളിക്കണ കേട്ടോണ്ടാണ് ദുർഗ അകത്തേക്ക് കയറി പറഞ്ഞത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയിടാ, നീ എന്തിനാ കരുണേനെ ഇങ്ങനെ വിളിക്കണേന്ന് ചോദിക്കുമ്പം അവൾ എന്തി അമ്മേ, അവളെ ഞാൻ വിളിച്ചിട്ടെന്താ അവൾ വരാത്തേന്ന് ചോദിക്കുമ്പം അതിന് നിൻ്റെ വിളി കാത്ത അവളിവിടെ നിൽക്കുമൊന്നുമല്ല, അവളുടെ വീട്ടിലോട്ട് പോയിരുന്നു. അത് കേട്ടത് ഉണ്ണി ചോദിക്കുന്നുണ്ട് അവൾ എന്ത് പണിയാ അമ്മയെ കാണിച്ചത്,
ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവളുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ നിന്നെ നോക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ അവൾ പോയത്. അതിനൊക്കെ നീ മഹാലക്ഷ്മിയെ കണ്ട് പഠിക്കണോടാ. കണ്ണൻ്റെ എല്ലാ കാര്യത്തിനും മഹാലക്ഷ്മി കൂടെ തന്നെ ഉണ്ടായിരുന്നു. കണ്ണൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കില്ല എന്ന് തോന്നിയിട്ടും അവനെ ഉപേക്ഷിച്ച് പോയൊന്നുമില്ലല്ലോ. ഇപ്പം അവളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് കണ്ണൻ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയത്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, അയാൾ ഇപ്പോഴൊന്നും അല്ല അമ്മ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്. അയാൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇത്രയും നാളും അയാൾ നമ്മളുടെയൊക്കെ മുന്നിൽ അഭിനയിക്കുമായിരുന്നു. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അതിനവരെ തെറ്റ് പറയാനും പറ്റില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം അവരെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവരാ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത്. എന്തായാലും കണ്ണനെ എഴുന്നേറ്റ് നടന്നല്ലോ, എനിക്കിപ്പോഴാണ് സമാധാനമായി എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അതെന്താ അമ്മയ്ക്ക് അയാൾ എഴുന്നേറ്റ് നടക്കണം എന്നാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ ഞാൻ കാരണം അവൻ വീൽ ചെയറിലായി പോയെന്ന് പറയുന്ന ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അയാൾ എഴുന്നേറ്റ് നടന്നാലും നടന്നില്ലെങ്കിലും ഇനി ഒരു അവസരം കിട്ടിയാൽ അപ്പോഴും ഞാൻ അയാളെ കൊല്ലുമെന്ന്. അന്നേരം ദുർഗ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോനെ ഈ പറയണത്? നീ എന്തിനാ ഇങ്ങനെ കണ്ണനോട് വിരോധം വെച്ചുകൊണ്ട് നടക്കണേ? ഇപ്പോഴാണെങ്കിൽ നമുക്ക് വേറെ ആരുമില്ല. കണ്ണൻ്റെ അടുത്തും മഹാലക്ഷ്മിയുടെ അടുത്തും നല്ലോണം നിൽക്കുകയാണെങ്കിൽ എന്തായാലും നിനക്ക് ആവശ്യമുള്ളതെല്ലാം കണ്ണൻ ചെയ്തു തരും. അതുകൊണ്ട് ഇനിയെങ്കിലും നീ ഒന്ന് മാറി ചിന്തിക്കണം എന്ന് പറയുമ്പം ഇല്ലമ്മേ, ഞാൻ ഒരിക്കലും മാറി ചിന്തിക്കില്ല. അയാളും മഹാലക്ഷ്മിയും കുഞ്ഞുമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇനി ഒരു അവസരം ഞാൻ കാത്തിരിക്കണതാ. ഇങ്ങനെ അയാളെ കൊല്ലാൻ പറ്റിയ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അതൊന്നും ഞാൻ പാഴാക്കൂല എന്ന് പറയുമ്പം ദുർഗ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, അങ്ങനെ ഇനിയും നീ കണ്ണനെ കൊല്ലാനാ ശ്രമിക്കണമെങ്കിൽ പിന്നെ നീ അധികം നാൾ ജീവനോടെ ഉണ്ടാവില്ല. ആ സമയം ഈ ഉണ്ണി ദുർഗയുടെ നേരെ നോക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, ഒന്നിലെ നിന്നെ മാർക്കോയായിട്ട് തന്നെ കൊല്ലും, ഇല്ലെങ്കിൽ നിനക്ക് വിഷം തന്ന് നിന്നെ കൊല്ലാൻ പോകുന്നത് ഞാനായിരിക്കുന്നു. അത് കേട്ടതും ഉണ്ണി ചോദിക്കുന്നുണ്ട്, അപ്പം അമ്മയ്ക്ക് എന്നേക്കാളും പ്രധാനം അയാളോടാണോ? വെറുതെ അല്ല കരുണ പറഞ്ഞത്. ഞാൻ കാലൊടിഞ്ഞ് വന്ന കണ്ടിട്ട് അമ്മയ്ക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. പക്ഷേ അയാൾ നടന്നു വരണ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അന്നേരം ദുർഗ പറയുന്നുണ്ട്, ഉവാട കണ്ണൻ നടന്നു വരുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് വേറൊന്നും കൊണ്ടുമല്ല, നിൻ്റെ അച്ഛൻ്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കാത്ത കാര്യം ഞാൻ കണ്ണനോട് ചെയ്തത്. അവനന്ന് അസുഖമായി കിടന്ന സമയത്ത് അവന് ഞാൻ നല്ല രീതിയിൽ മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ അവൻ എഴുന്നേറ്റ് നടക്കേണ്ടതാണ്. നിൻ്റെ അമ്മാവനും അമ്മായിയും ചേർന്ന് എന്നെയും കൊണ്ട് ആ ക്രൂരകത ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ എഴുന്നേറ്റ് നടന്നല്ലോ. എനിക്കത് കണ്ടപ്പോൾ സന്തോഷമായി. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും അമ്മയും അയാളുടെ സൈഡ് ആയതോടുകൂടി ഇനിയിപ്പോൾ അയാളും മഹാലക്ഷ്മി മാത്രമല്ല അമ്മയും എൻ്റെ ശത്രുവാണ്. അത് കേട്ടതും ദുർഗ പറയുന്നുണ്ട്, നീ അല്ലെങ്കിൽ തന്നെ എൻ്റെ ശത്രുവായി കാണുമെന്ന് എനിക്കറിയാം. നിനക്ക് സ്വത്തും പണവും മാത്രമേ ആവശ്യമുള്ളൂ. ഇനിയിപ്പം എനിക്കൊരു അസുഖം വന്നാൽ പോലും നീ എന്നെ തിരിഞ്ഞു നോക്കൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും കണ്ണനും മഹാലക്ഷ്മിക്കും സപ്പോർട്ടായിട്ടാണ് നിൽക്കുള്ളൂ. ഇനി നിൻ്റെ ഒരു തോന്നിവാസത്തിനും എന്നെ കൂട്ട് കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട. അതുപോലെ തന്നെ കരുണയെ ഞാനിനി ഈ വീട്ടിലോട്ട് കയറ്റുമില്ല. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അവളെ ഇങ്ങോട്ട് കൊണ്ടുന്നില്ല എന്ന് വിചാരിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, എനിക്കൊരു ആപത്ത് വന്നപ്പം അവൾ എന്നെ നോക്കാതെ പോയേക്കുന്നത്. അങ്ങനെയുള്ളൊരു ഭാര്യ ഇല്ല എന്ന് വിചാരിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ഇങ്ങനെ ഇവൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെയെന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഉണ്ണിയുടെ കാലൊക്കെ ഭേദമായി കഴിഞ്ഞിട്ടാണ് ഇനി കൊലപാതക ശ്രമമൊക്കെ ഉണ്ടാവുള്ളൂ. അതുവരെയും ഉണ്ണിക്ക് റെസ്റ്റ് ആയിരിക്കും. കരുണയെ ഇനി ഉറപ്പായിട്ടും ദുർഗ വീട്ടിലോട്ട് കയറ്റുന്ന കാര്യം സംശയമാണ്. മഹാലക്ഷ്മിയൊക്കെ ആണെങ്കിൽ സത്യങ്ങളൊട്ടും അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.